ഡൽഹിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. യൂത്ത് കോൺഗ്രസ് നേതാവ് തുഷാർ ഗോയലാണ് പിടിയിലായത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അനുയായിയാണ് പിടിയിലായതെന്ന് BJP ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്? വിഷ്ണു, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വലിയ മയക്കുമരുന്ന് വേട്ടയിൽ പിടിയിലായിട്ടുള്ള തുഷാർ ഗോയൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസ് RTI സെല്ലിന്റെ മേധാവി തുടങ്ങിയ പദവികൾ ഇയാൾ വഹിച്ചിരുന്നു. ഏതാണ്ട് 560 കിലോഗ്രാം മയക്കുമരുന്നാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. വലിയ മയക്കുമരുന്ന് വേട്ട ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ തുഷാർ ഗോയൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വഹിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇയാൾ അടുത്ത് ചങ്ങാത്തം പുലർത്തുന്നതും ഇവർ ഒരുമിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. BJP ഇതൊരു പ്രധാന വിഷയമായി ഉയർത്തിക്കാണിക്കുന്നുണ്ട്. കള്ളക്കടത്തുകാരും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധന്മാരുമെല്ലാം ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധം പുലർത്തുന്നവരാണെന്നും കോൺഗ്രസുകാരുടെ അനുയായികളാണെന്നുമാണ് BJP ആരോപിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലൊരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴും ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. 520 കിലോഗ്രാം ഹാഷിഷുമായി പിടികൂടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച കോൺഗ്രസിന്റെ പല മുതിർന്ന ഭാരവാഹികളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഈ തുഷാർ ഗോയൽ. വിഷ്ണു, ഗൗതം, അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസ് നേതാക്കളും ഈ ലഹരി മാഫിയ സംഘങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം കൂടിയല്ലേ? വിഷ്ണു, അതുതന്നെയാണ്. അതാണിപ്പോൾ BJPയും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഈ തുഷാർ ഗോയൽ എന്ന് പറയുന്ന ഈ പിടിയിലായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് മുൻപും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇയാളാണ് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്ന് സപ്ലയർ എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. ഇയാൾക്കൊപ്പം നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്തവരെയും മറ്റും ചോദ്യം ചെയ്തതിലൂടെയാണ് കൂടുതൽ തെളിവുകൾ ഈ തുഷാർ ഗോയലിന് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുള്ളത്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ RTI ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ AICC ആസ്ഥാനത്തൊക്കെ ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന KC വേണുഗോപാലിന്റെ മുറിയിലേക്കും അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തിന്റെ മുറികളിലേക്കുമൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ കഴിയുന്ന രീതിയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ തുഷാർ ഗോയൽ എന്നുള്ളത്. അതിനാൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാണ് BJPയുടെ ആവശ്യം. BJP ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദിയും മറ്റും ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി തന്നെ ഇതൊരു പ്രധാന വിഷയമായി ഉയർത്തുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.